जय प्रभुपाद जय प्रभुपाद जय प्रभुपाद श्रील प्रभुपाद जय ഗർഗമണി പ്രഭുവിൻ്റെ ബുക്കിൽ വായിച്ചൊരു കാര്യമാണ്. അതിൽ ഗർഗമണി പ്രഭു രാമേശ്വര പ്രഭുവും ഹരിശൗരി പ്രഭുവും കൂടെ ശീല പ്രഭുപാദിൻ്റെ കൂടെ ഭുവനേശ്വറിൽ താമസിച്ചിരുന്ന സമയത്താണ്. അപ്പം അപ്പോൾ ഉള്ള കുറച്ച് സന്ദർഭങ്ങളാണ്. അപ്പോൾ അവിടെ ഗോർഗോവിന്ദ മഹാരാജിൻ്റെ 2 ചെറിയ കുടിലായിരുന്നു ശീല പ്രഭുപാദ് താമസിച്ചിരുന്നത്. അപ്പം ആ സമയത്താണ് പ്രഭുപാദ് ഇത് ലൈഫ് മെമ്പർഷിപ്പ് പ്രോഗ്രാം ഇതാക്കിയത്. അപ്പം ഈ ഡിവോട്ടീസ് പുറത്ത് പോയി ലൈഫ് മെമ്പർഷിപ്പൊക്കെ സ്വീകരിക്കും. അപ്പം ആ സമയത്ത് ഈ ലൈഫ് മെമ്പേഴ്സ് അവർ കുറച്ച് വെൽത്തി ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർ ഡിവോട്ടീസിനെ വിളിപ്പിക്കും, വീട്ടിലേക്ക് വിളിപ്പിച്ചിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കും. അങ്ങനെ എല്ലാ വട്ടവും മിക്ക ദിവസങ്ങളിലും രാത്രിയും ഇവർ പോയി ഇങ്ങനെ ഭക്ഷണം കഴിക്കും. അപ്പോൾ അവിടുത്തെ മാതാജിമാർ വളരെ വിഭവസമൃദ്ധമായിട്ടാണ് ആഹാരം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവർ പറയും, അവർ ഇരിക്കുമ്പം ഭക്ഷണം ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. അവർ കഴിച്ചു തീരുന്നതിന് മുമ്പ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. അപ്പം തീരുന്നതിന് മുമ്പ് വീണ്ടും ഇടും. അപ്പോൾ അവർക്ക് ഫുള്ള് നിറഞ്ഞാലും അവർക്ക് പറയാൻ പറ്റില്ല. എന്തെങ്കിലും ബാക്കി വെച്ചാൽ അതൊരു ഇൻസൾട്ടാണ് അവർക്ക് വച്ചിട്ട് ബാക്കി വെച്ച്. അപ്പോൾ ഇവർ ഫുള്ള് നിറഞ്ഞ് ഇവിടം വരെ ആയിട്ടാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ പ്രഭുപാദ് ഇത് കണ്ടിട്ട് അവരെ എപ്പോഴും വഴക്കുറ, ഇങ്ങനെ കഴിക്കാൻ പാടില്ല, സന്യാസിമാരൊക്കെ ഇങ്ങനെ കഴിക്കാൻ പാടില്ല എന്ന്. അപ്പോൾ അവരെങ്ങനെ നോക്കിയിട്ടും അവർക്കത് ഇവരെ ഇൻസൾട്ടും ചെയ്യാൻ പറ്റൂല, അതേസമയം അവരുടെ ഇത് ഇങ്ങനെ നിയന്ത്രിക്കാനും പറ്റുന്നില്ല. അപ്പം പിന്നെ അവരൊരു ഇത് കണ്ടുപിടിച്ച് അവരുടെ പ്ലേറ്റിൽ കുറേ ഇങ്ങനെ കട്ടോരീസ് ഉണ്ടല്ലോ, ചെറിയ ചെറിയ പാത്രങ്ങൾ, അതിനകത്താണ് ഇവർ ഓരോ ഇത് വയ്ക്കുന്നത്. അപ്പം അവർ ഒരു ട്രിക്ക് മനസ്സിലാക്കിയെന്ന് വെച്ചാൽ എപ്പോൾ കഴിച്ചു തീർന്നോ അപ്പോൾ ഈ കട്ടോരി കമഴ്ത്തി വയ്ക്കും ഈ പ്ലേറ്റിൽ. എല്ലാം കമഴ്ത്തി വയ്ക്കുമ്പോൾ അവർക്ക് മനസ്സിലായി ഇനി ഫിനിഷ്, ഇനി ആരും അതിനകത്ത് കൊണ്ടുപോയി ഒന്നും ഒഴിക്കത്തില്ല. അപ്പം അങ്ങനെ അവർ ചെയ്തു തുടങ്ങി. പിന്നെ വേറൊരു സന്ദർഭത്തിൽ ശ്രീല പ്രഭുപാദ് ഒരു ദിവസം രാവിലെ ജപിക്കാനായിട്ട് ഇങ്ങനെ ജപിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ റൂം തുറന്നു വന്നപ്പം ഗർഗമണി സ്വാമി അദ്ദേഹം ഒരു പായിൽ അതിൻ്റെ പ്രഭുപാദിൻ്റെ റൂമിൻ്റെ ഫ്രണ്ടിൽ കിടക്കുമായിരുന്നു. അപ്പം പ്രഭുപാദ് ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്തത്. യു ആർ എ സന്യാസി, സ്ട്രോ മാറ്റിലാണ് കിടക്കുന്നതെന്ന് പറഞ്ഞ് പ്രഭുപാദ് അദ്ദേഹത്തിനെ അപ്രീഷിയേറ്റ് ചെയ്തു. അപ്പോൾ അദ്ദേഹം ഗർഗമണി പ്രഭു പറയുന്നത്, നമ്മൾ ആത്മീയതയിൽ വളർന്നു തുടങ്ങുമ്പം നമുക്ക് പലരും നമ്മളെ ബഹുമാനിക്കും, സ്ഥാനമാനങ്ങൾ തരും. അപ്പോൾ എത്രത്തോളം നമുക്കത് കിട്ടുന്നോ അത്രത്തോളം നമ്മൾ ലാളിത്യത്തിലേക്ക് വന്നുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് സ്വയം ഒരു ഫാൾസ് പ്രസ്റ്റീജ് വന്നു തുടങ്ങും. എല്ലാവരും എന്നെ ബഹുമാനിക്കുന്നു, ഞാൻ ഉന്നതനാണ് എന്നുള്ള. അപ്പോൾ എത്ര നമുക്ക് ബഹുമാനവും അല്ലെങ്കിൽ നമുക്ക് ആത്മീയപരമായിട്ട് എന്തെങ്കിലും സ്ഥാനങ്ങൾ കിട്ടുമ്പോഴും ഇമ്മീഡിയറ്റ്ലി നമ്മൾ കൂടുതൽ ലാളിത്യത്തിലേക്ക് വരണം, എളിമത്തത്തിലേക്ക് വരണം, അല്ലെങ്കിൽ അത് വളരെ ഡേഞ്ചറസ് ആണ്. ഇത് ശീല പ്രഭുപാദ് നമുക്ക് അങ്ങനെയാണ് പഠിപ്പിച്ചു തന്നതെന്നുള്ളത് അദ്ദേഹം പറയുന്നു.